ഇനി അവസാനം പറഞ്ഞത്, അവസാനം എന്താണ് പറഞ്ഞത്? 22ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഒരു പ്രത്യേക കാര്യം, ഭക്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് തപസ്യ, വേദ പഠനം, യജ്ഞങ്ങള്, പിന്നെ എന്താണ് വേദസൂക്തങ്ങൾ ഉച്ചരിക്കുന്നത്, പിന്നെ ബുദ്ധിയോഗം. ഇതിലും ഒന്നും വന്നിട്ട്, അതായത് മെന്റൽ സ്പെക്കുലേഷൻ, മാനസിക ഊഹാഭോഗം, ഇതിലെല്ലാം വെച്ചിട്ടും ഭഗവാനെ അറിയാൻ പറ്റുകയില്ല. പിന്നെ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് അവസാനം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഇനി ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഭക്തിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പൊ അതിന് നാരദ മഹർഷി ഒരു ഉദാഹരണവും കൂടി പറയും. ഉദാഹരണം പലതരത്തിലുണ്ട്. എന്താണ് ഉദാഹരണം? ഇനിയുള്ളവരുടെ ജീവിതത്തിൽ ഭക്തി ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നും ചില ഭക്തന്മാർക്ക് എന്താണ് ഭക്തി കൊണ്ടുണ്ടായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ പറയാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാരദ മഹർഷി സ്വന്തം ജീവിതത്തിൽ ഭക്തി കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇനി അദ്ദേഹം തന്റെ ആത്മകഥ പറയും. 23ാമത്തെ ശ്ലോകം മുതൽ 31ാമത്തെ ശ്ലോകം വരെ നാരദമുനി തന്റെ പൂർവ ജന്മത്തെക്കുറിച്ച് വ്യാസദേവന്, ഭക്തിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വ്യാസദേവന് പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാനെയും ഗുരുവിനെയും പ്രണമിക്കാം. ചെറിയൊരു കീർത്തനം ചെയ്യും. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 23ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് കാണാൻ പോകുന്നത്. അജാമിൽ പ്രഭു ശ്ലോകത്തിന്റെ
ലിങ്ക് ഷെയർ ചെയ്യാമോ? താങ്ക് യു. വസന്ത തിലകം അല്ലെ? നമ്മൾ വായിക്കുന്ന ശ്ലോകങ്ങളെല്ലാം ഇപ്പോൾ ആ വൃത്തത്തിലാണ് വായിക്കുന്നത്. ഭാഗവതത്തില് 30 വൃത്തങ്ങളുണ്ട്. അതില് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വൃത്തം ഇതാണ്. അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യസ്തു കസ്യാചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. എന്താണ് നാരദ മഹർഷി പറയുന്നത്? അഹം, ഞാൻ. എന്താണ് ഞാൻ? പുരാതീത ഭവേ, പണ്ട്, അതായത് ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തിൽ. അതീതം അല്ലെ? അതീതം എന്ന് പറഞ്ഞ പ്രഭുപാദിന്റെ ഒരു ബുക്കുണ്ട്. അതീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് എന്നാണ് അർത്ഥം, അതീതം. അപ്പോ കഴിഞ്ഞ മില്ലേനിയത്തിലെ കാര്യമാണ് പറയുന്നത്. നാരദ മഹർഷിക്ക് 3 ജന്മങ്ങളുണ്ട്. നാരദ മഹർഷി എന്നുള്ള ആ ഒരു ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് നാരദൻ എന്ന ശരീരം ലഭിക്കുന്നതിന് മുമ്പ് അതൊരു അവസാനത്തെ ജന്മം അല്ലെ? അദ്ദേഹം ചിരഞ്ജീവിയാണ്, എല്ലായിടത്തും അദ്ദേഹത്തിന് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു ശരീരത്തിന് മുന്നേ 2 ജന്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ജന്മത്തിന്റെ കാര്യമാണ്, കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യമാണ് നാരദ മഹർഷി പറയുന്നത്. പുരാതീത ഭവേ, അഭവം, അതായത് ഞാൻ ബിക്കെയിം, അതായത് അഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരുന്നു. എന്തായിരുന്നു? ദാസ്യസ്തു, ഒരു ദാസനായിരുന്നു. എന്ത് തരത്തിലുള്ള ദാസൻ? വേദവാദിനാം. വേദവാദിനാം എന്ന് പറഞ്ഞാൽ വേദാന്ത, ഭക്തി വേദാന്തികളുടെ, അതായത് വേദാന്തത്തിൽ നിന്നും ഭക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആൾക്കാരാണ് വേദവാദിനാം, അല്ലെങ്കിൽ വേദാന്തികൾ, ഭക്തി വേദാന്തികൾ എന്ന് പറയുന്നത്. ഇനി അവരുടെ ദാസനായി എങ്ങനെയാണ് മാറിയതെന്ന് അദ്ദേഹം പറയും. നിരൂപിതോ ബാലക, ബാലകനായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ കുട്ടിയായിരുന്നു. 5 വയസ്സ് പ്രായമുള്ള കുട്ടിയായിരുന്നു. ശുശ്രൂഷണേ, എന്ത് ചെയ്തു? ശുശ്രൂഷണേ, അതായത് അവർക്ക് സേവനം ചെയ്തു. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം. എന്താണ്? ഭക്തിവേദാന്തികളെ എങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്? ഭക്തിവേദാന്തികൾ നമുക്കറിയാം എല്ലായിടത്തും നടന്ന് എന്ത് ചെയ്യുന്നു? ഭക്തന്മാരെ സൃഷ്ടിക്കുകയാണ്. അതായത് ഭൗതിക ജീവിതത്തിന്, ഭൗതിക ജീവിതമാണ് എന്ത് ആസ്വദിക്കാനുള്ളതാണ്, അതാണ് മികച്ചത് എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആധ്യാത്മിക ജ്ഞാനം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഭക്തി വേദാന്തികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ ജീവിതത്തെ വിനിയോഗിക്കുന്നത്. അങ്ങനെ ആ ജീവിതത്തെ വിനിയോഗിച്ചിരിക്കുന്ന ആൾക്കാര് അവര് ട്രാവലിംഗ് പ്രീച്ചേഴ്സ് ആണ്. നമ്മൾക്കറിയാം പലതരത്തിലുള്ള സന്യാസിമാരുണ്ട്. ഒരിടത്ത് ഇരുന്ന് തപസ് ചെയ്യുന്ന സന്യാസിമാരുണ്ട്, പിന്നെ ഊഞ്ചവൃത്തി ചെയ്യുന്ന സന്യാസിമാരുണ്ട്, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സന്യാസിമാരുണ്ട്, പരിവ്രജക ആചാര്യ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ അവർ കറങ്ങി നടക്കുന്നത്? അവർക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ചാൽ പോരെ? ശീല പ്രഭുപാദിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാധാ ദാമോദർ ടെമ്പിളിൽ അദ്ദേഹത്തിന് വളരെ സമാധാനമായിട്ട് വൃന്ദാവനത്തിൽ ഇരുന്ന് എന്ത് ചെയ്താൽ മതിയായിരുന്നു? തന്റെ ബുക്കും എഴുതി വളരെ സമാധാനമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം ലഭിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് രൂപഗോസ്വാമിമാരുടെയും മറ്റും സമാധി പോലും ഗോസ്വാമിമാരുടെ സമാധിയുടെ അടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് വാസസ്ഥാനം ഉണ്ടായിരുന്നത്. പക്ഷെ തന്റെ 70ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ ഒരു കംഫർട്ട്, അതായത് സന്യാസ ജീവിതത്തിൽ വൃന്ദാവനത്തിൽ താമസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു
ഭാഗ്യമാണ്. അതും ഉപേക്ഷിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? കടൽ കടന്ന് 2-3 ഹാർട്ട് അറ്റാക്കും പക്ഷാഘാതവും ഒക്കെ സഹിച്ച് 40-45 ദിവസം വന്നിട്ട് കടലിൽ കൂടി യാത്ര ചെയ്തിട്ട് എന്തിനാണ് പാശ്ചാത്യ ലോകത്ത് പോകുന്നത്? പാശ്ചാത്യ ലോകത്തില് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഇന്ദ്രിയ സന്തർപ്പണം എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ അറിയുകയുള്ളൂ. അതിന് മേലെ എന്താണ് ഒരു ഉള്ളത് എന്ന് പോലും അവർക്ക് അറിയാനുള്ള താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ആരാണ് ഭക്തി വേദാന്തികൾ എന്ന് പറയുന്നത്? ഭക്തി വേദാന്തി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശ്രീല പ്രഭുപാദിനെയാണ്. എസ് ടി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പേര് കേൾക്കുമ്പോൾ, ഈ ഭക്തി വേദാന്തി എന്ന ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണ്. എന്താണ്? എല്ലാവരോടും കമ്പാഷനേറ്റ് ആണ്, കാരുണ്യമുള്ളവരാണ്. അവർക്ക് അവരുടെ പരദുഃഖ ദുഃഖി, അതായത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖം കാണുന്നവരാണ്. അപ്പൊ അങ്ങനെ അവർ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. ഈ ഭക്തി വേദാന്തികളും ഇതേപോലെ എന്ത് ചെയ്തിരുന്നു? ട്രാവൽ ചെയ്തിരുന്നു. പക്ഷേ 4 മാസം, ചാതുർമാസം, മഴക്കാലമാണ്. അവർക്ക് യാത്ര ചെയ്യാൻ, അന്നത്തെ കാലത്ത് യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരിടത്ത് താമസിക്കും. ഈ 4 മാസം മാത്രമേ ഇവർ ഒരിടത്ത് താമസിക്കുകയുള്ളൂ. അവിടെ ഒരുമിച്ച് താമസിച്ച് അവർ ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഭഗവാനെ കുറിച്ച് പറയും, കേൾക്കും, ഇതൊക്കെ ചെയ്യും. അങ്ങനെ അവർ ഒരിടത്ത് താമസിച്ചിരുന്നപ്പോൾ അവരുടെ സേവനത്തിൽ നിരതനായി ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അമ്മ അവരുടെ സേവനം ചെയ്തിരുന്നത് കൊണ്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയും അവരുടെ കൂടെ കൂടി. അപ്പോ അതാണ് പറഞ്ഞത്. എന്താണ്? ബാലക എന്ത് ചെയ്തു? ശുശ്രൂഷണെ പ്രാവൃഷ്യ നിർവിവിക്ഷതാം. എന്ത് ചെയ്തു? അല്ലയോ മുനി, മുൻയുഗത്തിൽ വേദാന്ത തത്വങ്ങൾ അനുവർത്തിക്കുന്ന ബ്രാഹ്മണരുടെ സേവനത്തിൽ നിയുക്തമായ ഒരു ദാസിയുടെ പുത്രനായി ഞാൻ ജനിച്ചു. വർഷകാലത്തെ 4 മാസ കാലയളവിൽ അവർ ഒരുമിച്ച് താമസിച്ചിരുന്നപ്പോൾ ഞാൻ അവരുടെ സേവനത്തിൽ നിരതനായി. ഇവിടെ തന്റെ പഴയ ജന്മത്തിനെ കുറിച്ച് പറയുകയാണ്. ഇനി ഒരു ജന്മമുണ്ട് നാരദ മഹർഷിക്ക്. ഇതിപ്പോ നമ്മള് ദാസിപുത്രനായത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അതിന്റെ ഉത്തരം വരുന്നത്. ദാസിപുത്രനായിട്ട് ജനിക്കാൻ ഒരു കാരണമുണ്ട്. നാരദ മഹർഷി അങ്ങനെ സാധാരണ ആളൊന്നും ആയിരുന്നില്ല. ഉപബർഹണൻ എന്ന് പറയുന്ന വളരെ വിഖ്യാതനായിട്ടുള്ള, ഗന്ധർവന്മാരിൽ മുഖ്യനായിട്ടുള്ള ഒരു വളരെ വലിയ പാട്ടുകാരനായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കാര്യം ഇനി വരുന്ന വഴിയിൽ എന്ത് പറയും? ഭാഗവതത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയും. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ചെറിയൊരു സംക്ഷിപ്തം മാത്രം പറയാം. അദ്ദേഹം വന്നിട്ട് ബ്രഹ്മദേവൻ ഒരു യാഗം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി, അതായത് ഭഗവാനെ പാടി പുകഴ്ത്തുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജോലിക്ക് ചെറിയ ഒരു അഹങ്കാരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആ ഒരു ശബ്ദമാധുര്യം കൊണ്ടും അദ്ദേഹത്തിന് ചെറിയ ഒരു പ്രശ്നം സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ആ ഒരു പൊസിഷനിൽ നിന്നും ഫോൾ ഡൗൺ. അതാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയൊക്കെ മേലെ പോയാലും ആ ബ്രഹ്മ ഭുവന ലോക പുനരാവർത്തിനോ അർജുന, അല്ലെ? അതാണ് കാരണം. എത്രയധികം ഹയർ ബർത്ത്, ഇപ്പൊ ഗന്ധർവ, ബ്രഹ്മലോകം എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്വർഗലോകത്തിലും ഒക്കെയുള്ള ആ ഒരു ആൾക്കാർക്കും വന്നിട്ട് എന്താകാം? ഫോൾ ഡൗൺ, അല്ലെങ്കിൽ പതിച്ചു പോകാം. കാരണം ഭക്തിയില് പുണ്യമായ, അല്ല സോറി, പരിശുദ്ധമായ ഭക്തിയില് നിരതനായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെ തടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഉപബർഹണനും സംഭവിച്ചത് തന്നെയാണ്. എന്താണോ താൻ ചെയ്യേണ്ടിയിരുന്ന കർത്തവ്യം അത് മറന്നിട്ട് തനിക്ക് ചെയ്യേണ്ടാത്ത ഒരു കാര്യത്തിനെ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഫോൾ ഡൗൺ വന്നു. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോ അർജുന. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു ദാസിയുടെ പുത്രനായിട്ട് ജനിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭക്തി ഇതാണ്. നാരദ മഹർഷി നേരത്തെ നമ്മളോട് വ്യാസദേവനോട് പറഞ്ഞില്ലേ, ചെറിയ ഒരു ഭക്തി ചെയ്താലും അത് എന്താകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോ ആ ഗന്ധർവൻ ആ സമയത്ത് ഭഗവാനെ കുറിച്ച് പാടുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തത് അങ്ങനെ പാഴായി പോകുമോ? ഈ ദാസിപുത്രനായി ജനിക്കുമ്പോ മറന്നേ പോകുമോ? ഇല്ല. അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹം എന്താണ്? ഭക്തി വേദാന്തികളുടെ അടുത്ത് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഭക്തി വേദാന്തികളുടെ അടുത്ത് അദ്ദേഹം പിന്നെ അവരുടെ സേവനത്തിൽ നിരതനാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടണം. എന്ത് സംഭവിച്ചു അതിനുശേഷം? 24th ശ്ലോക, 24ാമത്തെ ശ്ലോകം. ते मयि अपेताखिल चापलेर्भगे दान्ते दृढक्रीडनकेऽनुवर्तिने चक्रू कृपां यद्यपि तुल्यदर्शना
ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണീ ते मय्यपेताखिलचापलेर्भगे दान्ते धृतक्रीडनकेऽनुवर्तिनि चक्रुकृपां यद्यपि तुल्यदर्शना शुश्रूषमाणे मुनयोऽल्पभाषिणी ते मय्यपेताखिलचापलेर्भगे दान्ते दृढक्रीडनकेऽनुवर्तिनि चक्रु कृपां यद्यपि तुल्यदर्शना ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണി. എന്താണ് വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. തേ, അതായത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഭക്തി വേദാന്തികളെ കുറിച്ച്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, ഭക്തി വേദാന്തികളെ കുറിച്ച്. എന്താണ് മയി, ഞാൻ. മയി എന്ന് പറഞ്ഞാൽ ഞാൻ. എന്താണ് അവർ എന്ത് ചെയ്തു? ഞാൻ അവരുടെ സേവനത്തിൽ അമ്മയോടൊപ്പം എന്ത് ചെയ്തിരുന്നു? എന്റെ സമയം അവരുടെ സേവനത്തിന് വിനിയോഗിച്ചപ്പോ അവരെന്താണ് തന്നത്? അവരെന്താണ് ചെയ്തത്? അപേത അഖില ചാപ്പലെ അർഭകെ. അർഭകൻ എന്ന് പറഞ്ഞാൽ കുട്ടി, അർഭകനാണ്. പിന്നെ അപേത അഖില ചാപ്പലെ, അതായത് കുട്ടികൾ എങ്ങനെയാണ് സാധാരണ? കുട്ടികൾ വന്നിട്ട് സാധാരണ എന്ത് ചെയ്യും? കളിച്ച് കളിച്ച് ചിരിച്ച് സമയം കളയും. പിന്നെ എന്താണ്, അവർക്ക് ഒരു സീരിയസ്നെസ് എല്ലാ കാര്യത്തിനും ഇല്ല. കുറച്ച് മുതിർന്നു കഴിയുമ്പോഴേ അങ്ങനത്തെ ഒരു സീരിയസ്നെസ് വരുവുള്ളൂ. അപ്പൊ ഈ കുട്ടികളുടെ നോർമൽ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്ന ഒരു കാര്യം ചെയ്യാൻ അവർക്ക് പറ്റില്ല. 5 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് അത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ്. അവർക്ക് എന്താവും? അവരെപ്പോഴും കളിക്കുക, അതുപോലുള്ള ചിന്തകളിലൊക്കെയാണ്. പക്ഷെ നാരദ മഹർഷി എന്താണ്? നാരദ മഹർഷി പറയുന്നു, ഞാൻ അത്തരത്തിലുള്ള 5 വയസ്സു ബാലൻ അർഭകനാണെങ്കിലും മുഴുവനായിട്ടും അങ്ങനത്തെ ബാല്യ ചപലതകളിൽ നിന്നും മുക്തനല്ലെങ്കിലും അപേത അഖില ചാപ്പലെ അർഭകേ. പക്ഷെ എന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ? ദാന്തേ, സാധാരണ കുട്ടികളെ പോലെ ആയിരുന്നില്ല. ദാന്തേ എന്ന് പറഞ്ഞാൽ എന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിരുന്നു. സാധാരണ കുട്ടിയായിരുന്നില്ല. സാധാരണ കുട്ടികൾ എന്താണ്? അമ്മ ഈ ഭക്തി വേദാന്തികളുടെ സേവനം ചെയ്യുമ്പോഴേക്കും എവിടെയെങ്കിലും പോയി വല്ല കാട്ടിലും മേട്ടിലും ഒക്കെ പോയി കളിച്ചു നടക്കുന്നതിന് പകരം അമ്മ എന്താണോ ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ വന്നിട്ട് ഇവരെ ശ്രദ്ധിക്കുകയും കുറച്ച് മെച്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ച് എന്താണ് ചെയ്യുന്നത്, ഈ ഒരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അതാണ് ഇത്തിരി ഞാനൊന്ന് എന്തായിരുന്നു? ദാന്തേ. ദാന്തേ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഉള്ളവൻ. ഇനി ഒരെണ്ണം കൂടെ, ദൃഢക്രീഡനകേ. എന്താണ് കുട്ടികളുടെ സ്വഭാവം? ക്രീഡനക എന്ന് പറഞ്ഞാൽ ക്രീഡനം, കളിക്കുക, ക്രീഡ അല്ലെ? നമുക്കറിയാം മലയാളം. ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാന് കളിക്കാൻ വേണ്ടിട്ട് അത്രയ്ക്ക് താല്പര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ മുനികളുടെ കൂട്ടത്തില് അമ്മ സേവനം ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം ഈ കുട്ടിയാണ്. അത് കാരണം ഈ കുട്ടി എന്ത് ചെയ്യും? എപ്പോഴും അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് കാരണം അമ്മ എന്ത് ചെയ്യുന്നു അതിന്റെ കൂട്ടത്തിൽ ഈ കുട്ടിയും വന്നിട്ട് അത് ചെയ്യും. അപ്പോ പ്രത്യേകത അവൻ എന്തായിരുന്നു? ആത്മനിയന്ത്രണം ഉള്ളവനായിരുന്നു. വിനോദങ്ങളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നവനായിരുന്നില്ല. ദൃഢക്രീഡനക്കെ. അനുവർത്തിനി. അനുവർത്തിനി എന്ന് പറഞ്ഞാൽ അനുസരണശീലമുള്ളവനായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടികളുടെ കാര്യം നമുക്കറിയാലേ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. കുട്ടികൾക്ക് അനുസരണാശീലം എന്ന് പറയുന്നത് തൊട്ട് തേച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെയായിരുന്നു നാരദ മഹർഷി? അനുവർത്തിനി, അനുസരണാശീലം ഉള്ളവനായിരുന്നു. അമ്മ എന്ത് പറയുന്നോ അമ്മ പറയും, ഇവിടെ വന്ന് ഇവരുടെ സേവനം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ. ദൃഢക്രീഡനകേ, അദൃഢക്രീഡനകേ, അതായത് വിത്തൗട്ട് ബീങ് അക്കസ്റ്റംഡ് ടു സ്പോർട്ടിംഗ് ഹാബിറ്റ്സ്. കളിക്കാൻ വലിയ താല്പര്യമുള്ളവനായിരുന്നില്ല. മാത്രവുമല്ല, എന്താണ് പ്രശ്നം? ആവശ്യത്തിലധികം സംസാരിക്കുന്ന പ്രകൃതവും എനിക്കില്ലായിരുന്നു. അതെ, എന്താണ്? ഒബീഡിയന്റ് ആയിരുന്നു. അവരെല്ലാവരും വന്നിട്ട് ഈ പ്രകാരം നാരദ മഹർഷിക്ക് ഈ ഗുണങ്ങളെല്ലാം ആ കുട്ടിക്ക്, നാരദ മഹർഷി ആകുന്നതിന് മുന്നേ ആ ദാസിപുത്രനായിരുന്ന ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇനി മുനിമാർക്ക് എന്തായിരുന്നു? ഇതിപ്പോ ഒരു കുട്ടിയുടെ സ്വഭാവം. ഇനി ഈ കുട്ടിയുടെ സ്വഭാവത്തെ നോക്കിക്കൊണ്ട് മഹർഷിമാർ എന്താണ് ചെയ്തത്? മഹർഷിമാരാരാണ്? യദ്യപി തുല്യദർശിന,
എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ്. കൊച്ചുകുട്ടിയെന്നോ വലിയ ആളെന്നോ അല്ലെങ്കിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ എന്താണ് തനിക്ക് എന്തെങ്കിലും പ്രയോജനം തരാൻ കഴിയുന്നവനെന്നോ ഒന്നും തരാൻ കഴിയാത്തവനെന്നോ ഒന്നും അവർക്ക് ചിന്തയില്ല. എന്താണ് തുല്യദർശിനഃ. എന്താണ് തുല്യദർശന. അവര് ആരായിരുന്നു? മഹർഷിമാര് അല്ലെങ്കിൽ ഭക്തിവേദാന്തികൾ തുല്യദർശന ആയിരുന്നു. അങ്ങനെയുള്ളവർ എന്ത് സംഭവിച്ചു? ആ അവരെ ശുശ്രൂഷിക്കുന്ന ആ കുട്ടിക്ക് എന്ത് കൊടുക്കും? കൃപ. അതാണ് ആദ്യം. എന്താണ്? ഒരു ഭക്തന്റെ കൃപ എന്നാണ് ഇവിടെ പറയുന്നത്. നാരദ മഹർഷി തന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ കാര്യം കൃപ എന്നാണ് ഇവിടെ പറയുന്നത്. ചക്രു കൃപാം യദ്യപി തുല്യദർശനം. തുല്യദർശന ആയിരുന്നെങ്കിലും ശുശ്രൂഷമാനേ മുനയോ അല്പഭാഷിണി. മുനിമാരെല്ലാം വളരെയധികം സംസാരിക്കുന്ന സോറി അത് അവർക്ക് എന്ത് കൊടുത്തു? ശരി, ഈ കുട്ടിക്ക് അധികം സംസാരിക്കുന്ന പ്രകൃതമില്ലായിരുന്നു, ഒരുപാട് കളിക്കുന്ന പ്രകൃതമില്ലായിരുന്നു, അനുസരണാശീലമുള്ളവനായിരുന്നു, പിന്നെ എന്തായിരുന്നു? ആത്മനിയന്ത്രണം ചെയ്തവനായിരുന്നു. ഇങ്ങനത്തെയുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉള്ള കുട്ടിക്ക് എന്ത് കൊടുത്തു? അവര് കൃപ കൊടുത്തു. ഇതാണ് ആദ്യം. അതായത് നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്ന ആ ഒരു പടിയുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. 9 സ്റ്റെപ്സ് ശ്രദ്ധ മുതൽ തുടങ്ങും. അതിന് തൊട്ട് മുന്നേ ആചാര്യന്മാര് 14 സ്റ്റേജ് പറയുന്നു. 9 അല്ലാതെ അതിനും മേലെയും താഴെയുമായിട്ട് 14 സ്റ്റേജ് പറയുന്നുണ്ട് എക്സ്ട്രാ. പക്ഷെ നമ്മൾ ഈ 9 എണ്ണത്തിനെ കുറിച്ചാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധയ്ക്ക് മുന്നേ 2 കാര്യങ്ങൾ, അതായത് സതാം കൃപ. ഈ മഹർഷിമാരാണ് സത്തുക്കൾ. സതാം കൃപ, അവരുടെ കൃപ. പിന്നെ എന്താണ്? മഹത് സേവ. ഈ 2 കാര്യങ്ങൾ. നാരദ മഹർഷിക്ക് അവരെന്ത് കൊടുത്തു? അവരുടെ കൃപ കൊടുത്തു. നാരദ മഹർഷി എന്ത് ചെയ്തു? മഹത് സേവ ചെയ്തു. ഈ 2 സേവനം കഴിഞ്ഞതുകൊണ്ട് നാരദ മഹർഷിക്ക് എന്ത് കിട്ടി? ശ്രദ്ധ, അതായത് ഫെയ്ത്ത് ഉണ്ടായി. അതായത് ഭക്തിവേദാന്തികൾ വന്നിട്ട് ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം കേട്ടുകൊണ്ട് അതിൽ ഫെയ്ത്ത് ഉണ്ടായി, ശ്രദ്ധയുണ്ടായി. അതായത് തുടക്കം, ശ്രദ്ധ. അപ്പോ എന്താണ്? ഇതാണ് തുടക്കം. അതായത് എന്ത് സംഭവിച്ചു നാരദ മഹർഷിക്ക്? നാരദ മഹർഷി അമ്മ മഹത്തുക്കളെ സേവനം ചെയ്യുന്നത് കൊണ്ട് ആ സേവനത്തിൽ പങ്കാളിയായി. അവർ വന്നിട്ട് നാരദ മഹർഷിയുടെ ഗുണങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെ അവർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കാരുണ്യം കൊടുത്തു. ഇനി നോക്കാം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണ്? 25. ഉച്ഛിഷ്ടലേപാൻ അനുമോദിതോ ദ്വിജൈ സകൃത്സ്മ ഭുഞ്ജേ തദപാസ്തകിൽബിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസാ തദ്ധർമ്മയേവാത്മരുചി പ്രജായത്തെ. ഉച്ഛിഷ്ടലേപാൻ അനുമോദിതോ ദ്വിജൈ സകൃത്സ്മ ഭുഞ്ജേ തദപാസ്തകിൽബിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസാ തദ്ധർമ്മ ഏവാത്മരുചി പ്രജായത്തെ. ഉച്ഛിഷ്ടലേപാൻ അനുമോദിതോ ദ്വിജൈ സകൃത്സ്മ ഭുഞ്ജേ തദപാസ്തകിൽബിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസാ തദ്ധർമ്മ ഏവാത്മ രുചി പ്രജായത്തെ. എന്താണ് അടുത്തത് സംഭവിച്ചത്? അവർക്ക് എന്ത് ചെയ്തു? ശ്രദ്ധയുണ്ടായി. ആ ഭക്തിവേദാന്തികളിൽ നിന്നും അദ്ദേഹം ശിക്ഷണം സ്വീകരിച്ചു. എന്താണ് പറഞ്ഞത്? സതാം കൃപ, മഹത് സേവ, പിന്നെ ശ്രദ്ധ, ഗുരുപാദാശ്രയ. ഓക്കെ. അപ്പോ ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു നാരദ മഹർഷിക്ക്? അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഉച്ഛിഷ്ടലേപാൻ. എന്താണ് ഉച്ഛിഷ്ടം? ഭഗവാന്റെയോ ഭക്തന്മാരുടെയോ റെമിനൻസ് ഓഫ് ഫുഡ്, അതിനെയാണ് ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. ഉച്ഛിഷ്ടം പലതും ആകാം. അവരുടെ ഭക്ഷണത്തിന്റെ പാർട്ടിക്കിൾസ് ആകാം, അല്ലെങ്കിൽ അവർ ധരിച്ച വസ്ത്രമാകാം, അല്ലെങ്കിൽ അവര് അണിഞ്ഞിരുന്ന മാലയാകാം, അല്ലെങ്കിൽ അങ്ങനെ പലതും ആകാം. അവരുടെ പാദം കഴുകിയ ജലമാകാം. അങ്ങനെ
അങ്ങനെ തന്നെയാണ് കൃഷ്ണനെ പോലെ തന്നെയാണ്. ബൃഹസ്പതിയുടെ ശിഷ്യൻ ഉദ്ധവൻ, ബുദ്ധിസത്തമൻ അല്ലെ. ഉദ്ധവർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ്? ഭഗവാൻ വന്നിട്ട് ഈ വൃന്ദാവനത്തിൽ ചെന്ന് ഗോപിമാരെ സന്ദർശിച്ച് ഉദ്ധവർ ഭഗവാന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാം കഴിഞ്ഞിട്ട് ദ്വാരകയിൽ നിന്നും അദ്ദേഹം വൃന്ദാവനത്തിൽ ചെന്ന് ഗോപിമാരെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. ഉദ്ധവരെ ആദ്യം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കൃഷ്ണനാണ് എന്ന്. ഉദ്ധവരുടെ പ്രത്യേകത എന്താണ്? ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് ഉദ്ധവര് സ്വീകരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഉദ്ധവർ തന്നെ പറയുന്നുണ്ട്. ത്വയ്യുപഭോക്താ ശ്രഗന്ധ വാസാലങ്കാര ചർച്ചിതഃ ഉച്ഛിഷ്ടലേപനം ദാസ തവ മായാ ജയേമഹി. എന്താണ്? ത്വയി ഉപഭോക്ത, അങ്ങ് ഉപയോഗിച്ച ശ്രഗ് വസ്ത്രം, ഗന്ധം, ശ്രഗ് ഗന്ധ വാസ അലങ്കാര ചർച്ചിത, പൂമാല, പിന്നെ എന്താണ്? വാസ അതായത് വസ്ത്രം, സുഗന്ധം, ചർച്ചിത മറ്റു ആഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ, ഉച്ഛിഷ്ടലേപനം പ്രസാദം, ഉച്ഛിഷ്ടലേപനം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാസ, ആരാണോ ഇത് ഉപയോഗിക്കുന്നത്, തവ മായ ജയേമഹി, അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മായയെ ജയിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയാണ് നാരദ മഹർഷിയും ചെയ്യുന്നത്. ആരുടെ? ഭക്തി വേദാന്തികളുടെ ഉച്ഛിഷ്ടം. അപ്പൊ ഉച്ഛിഷ്ട ലേപാൻ, അതും അവര് അറിയാതെ ഒന്നുമല്ല, അനുമോദിതോ ദ്വിജയ്. അതായത് ഈ വേദാന്തി ബ്രാഹ്മണന്മാരെ എന്ത് ചെയ്തു? പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. സകൃത്സ്മ ഭുഞ്ചേ, ഒറ്റ പ്രാവശ്യമേ അങ്ങനെ കഴിച്ചുള്ളൂ. അതായത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ഒരു കൃപയാണെങ്കിൽ കൂടി അതിന് വളരെ വലിയ റോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പറയുന്നത്? സകൃത്സ്മ ഭുഞ്ചേ, ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അതും ചെറിയ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ദ പാസ്റ്റ് ഐ ടുക്ക് ദെയർ മഹാപ്രസാദം അല്ലേ. എന്താണ്? ആ ഒരു ആക്ഷൻ കൊണ്ട് അപാസ്ത കിൽബിഷ. എന്താണ് കിൽബിഷ എന്ന് പറഞ്ഞാൽ? എല്ലാ പാപങ്ങളും. അപസ്ത കിൽബിഷ എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും അറിയണ്ടേ. ഉച്ഛിഷ്ടലേപനം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം മാറ്റി എന്നാണ് പറയുന്നത്. ഏവം പ്രവൃത്തസ്യ വിശുദ്ധ ചേതസ. അത് മാത്രമല്ല, പാപങ്ങൾ മാറുക മാത്രമല്ല ചെയ്യുന്നത്, എന്തായി മാറി? വിശുദ്ധ ചേതസ. ഇനി തദ്ധർമ്മ ഏവാത്മ രുചി പ്രജായത്തെ, അതും കഴിഞ്ഞിട്ട് വിശുദ്ധ സത്വഗുണത്തിൽ നിരതനായിരിക്കുക മാത്രമല്ല, ഭഗവാനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയോടുള്ള രുചിയും വന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? സതാം കൃപ, മഹത് സേവ, ഗുരുപാദാശ്രയ, പിന്നെ എന്തായിരുന്നു? ശ്രദ്ധ. ഈ 4 കാര്യങ്ങളും നാരദ മഹർഷി ഫസ്റ്റ് ശ്ലോകത്തിൽ 24ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ഈ 25ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു ഭജനേഷു സ്പൃഹ. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഭക്തി, അങ്ങനെ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടായി. പിന്നെ എന്ത് സംഭവിച്ചു? അപസ്ത കിൽബിഷ, അതായത് അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം മാറി. എങ്ങനെയാണ് മാറിയത്? അനർത്ഥ അപഗമനം എന്നാണ് അതിന് പറയുന്നത്. അനർത്ഥ നിവൃത്തി എന്ന് നമ്മൾ പറയും. പിന്നെ നിഷ്ഠ, അദ്ദേഹം ഭയങ്കര റെഗുലറായി മാറി ഭക്തിയിൽ. ഇന്ന് ചെയ്യും, നാളെ ചെയ്യൂല, മറ്റന്നാൾ ചെയ്യും, അതിന് പിന്നെ ചെയ്യൂല, അങ്ങനെയല്ല. നിഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന ഒരു കാര്യം. ഇനി രുചി എന്ന് പറഞ്ഞാൽ അവസാനം അങ്ങനെ നിഷ്ഠയോടുകൂടി ഭക്തി ചെയ്ത് കഴിയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഭക്തിയിൽ രുചി ഉണ്ടാവുന്നത്, ആധ്യാത്മികതയിൽ രുചി ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചു. ചെറുതായി അദ്ദേഹം പറയുകയാണ്. അതായത് ഇത് വിവരിച്ച് ഇനി പറയും. അപ്പോ ഉച്ഛിഷ്ടലേപാൻ അനുമോദിതോ ദ്വിജയ് സകൃത്സ്മ ഭുഞ്ചേ, ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ എങ്ങാണ്ടേ കഴിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്നാലും തദ് അപസ്ത കിൽബിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധ ചേതസഃ തദ്ധർമ്മ ഏവാത്മ രുചി പ്രജായത്തെ. അല്ലെ, മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഉച്ഛിഷ്ടലേപനം, പിന്നെ എന്താണ്? അപസ്ത കിൽബിഷ, അതായത് സിൻസ് എല്ലാം മാറി, അല്ലെങ്കിൽ പാപം എല്ലാം മാറി തീർന്നു. അത് മാത്രമല്ല, അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് വിശുദ്ധ ചേതസ്സായിട്ട് മാറി. സദ്ഗുണത്തില്
നിൽക്കുന്നവനായിട്ട് മാറി. പിന്നെ തദ്ധർമ്മ ഏവാത്മരുചി പ്രജായത്തെ, അതിൽ നിന്ന് ആ ഒരു ആധ്യാത്മിക പാതയില് നിഷ്ഠയും രുചിയും ഉണ്ടായി വന്നു. ഓക്കെ, അപ്പോ ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സേവനം, ഭക്തിയുത സേവനം, ഭക്തന്മാർക്ക് ചെയ്യുന്ന ഭക്തിയുത സേവനം, പരിശുദ്ധ ഭക്തന്മാർക്ക് ചെയ്യുന്ന ഭക്തിയുത സേവനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. നാരദ മഹർഷിക്ക് ഉണ്ടാക്കിയ മാറ്റങ്ങൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? സ്പിരിച്വൽ മാസ്റ്റർ, ആധ്യാത്മിക ഗുരുനാഥൻ, പരിശുദ്ധ ഭക്തനെ സേവിക്കുക എന്നത്. പരിശുദ്ധ ഭക്തന്മാരെ സേവിക്കുക എന്നത്, അവരുടെ സേവനത്തിൽ അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുക എന്നത് വഴിയാണ് ഏറ്റവും കൂടുതൽ കൃപ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? 26 എന്താണ് പറയുന്നത്? 26 തത്രാൻവഹം കൃഷ്ണ കഥാ പ്രഗായതാം അനുഗ്രഹേണ ശ്രവണം മനോഹര താ ശ്രദ്ധയാമേനുപദം വിശൃണ്വതാ പ്രിയ ശ്രവസ്യംഗമമാഭവദ്രുചി. ഇദ്ദേഹം പറയുന്നത് എന്താണ്? തത്രാൻവഹം കൃഷ്ണ കഥാ പ്രഗായതാം അനുഗ്രഹേണ ശ്രവണം മനോഹര താ ശ്രദ്ധയാമേനുപദം വിശൃണ്വതാ പ്രിയ ശ്രവസ്യംഗമമാഭവദ്രുചി. തത്രാൻവഹം കൃഷ്ണ കഥാ പ്രഗായതാം അനുഗ്രഹേണ ശ്രവണം മനോഹര താ ശ്രദ്ധയാമേനുപദം വിശൃണ്വതാ പ്രിയ ശ്രവസ്യംഗമമാഭവദ്രുചി. തത്ര, അതിനുശേഷം എന്താണ്? അനുഗ്രഹേണ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതിനകത്ത് തത്ര അഹം, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് തത്രാൻവഹം എന്നുള്ള കൂട്ടിയോജിപ്പിച്ച ഒരു വാക്ക് വന്നത്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത തത്ര അഹം. തത്ര അഹം എന്താണ്? എനിക്ക് സംഭവിച്ചത് എന്താണ്? അതായത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്തത് കൊണ്ട്, അതായത് എന്ത് ചെയ്തു? അവരുടെ സേവനം ചെയ്തു, അവർ കൃപ തന്നു. അതുകൊണ്ട് കൃഷ്ണ കഥ പ്രഗായതാം, എന്താണ് അവർ ചെയ്തത്? കൃഷ്ണ കഥ പ്രഗായതാം. അവര് വെറുതെ ഈ കുട്ടിയുടെ അടുത്ത് സാധാരണ കാര്യങ്ങളല്ല സംസാരിക്കുന്നത്. ഇത് 5 വയസ്സുള്ള കുട്ടിയല്ല, അതിനെന്ത് മനസ്സിലാകും എന്നൊന്നും വിചാരിച്ചു അവരവരുടെ കൃഷ്ണകഥയൊന്നും നിർത്തിയില്ല. ഭക്തിവേദാന്തികളുടെ പ്രത്യേകത എന്താണ്? തുല്യദർശന. അങ്ങനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്? തുല്യദർശന എന്ന് പറഞ്ഞാൽ കുട്ടിയാണോ വലുതാണോ, അതോ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ, എന്തെങ്കിലും തരാൻ കഴിവുള്ളവനാണോ അല്ലാത്തവനാണോ, ഇതൊന്നും അവർ നോക്കാറില്ല. എല്ലാവർക്കും ഒരുപോലെ കരുണ കൊടുക്കുന്നവനാണ് കൃഷ്ണകഥ പ്രഗായത. അത് അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. മീൻസ് അത് മാത്രമേ അവർക്ക് ചെയ്യാൻ അറിയുകയുള്ളൂ. അതാണ് അവർ ചെയ്യുന്നതും. എന്താണ് ചെയ്യുന്നത്? കൃഷ്ണകഥ പ്രഗായത. ഇനി അത് കഴിഞ്ഞിട്ട് ആ കൃഷ്ണകഥ കേട്ടിട്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഈ കുട്ടിക്ക് അനുഗ്രഹേണ, അവരുടെ അനുഗ്രഹം കൊണ്ട്, ശൃണ്വം, എന്താണ്? കേട്ടു. ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പുസ്തകം വായിക്കാൻ അറിയാമോ? ഇല്ല. വെറും ദാസീപുത്രനാണെന്നാണ് പറഞ്ഞത്. സാധാരണ 5 വയസ്സേ ഉള്ളൂ. ഗുരുകുല വിദ്യാഭ്യാസമോ അതുപോലെ എന്തെങ്കിലും കിട്ടുന്നതായിരുന്നോ ഒന്നും നമുക്കറിയില്ല. ആ കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ, താളിയോല ഗ്രന്ഥങ്ങളും മറ്റ് സ്ക്രിപ്റ്റേഴ്സും ഒക്കെ വായിക്കാൻ അറിയാമായിരുന്നോ? ഇതൊന്നും അറിയത്തില്ല കുട്ടിക്ക്. എന്താണ് അറിയാം? ശൃണ്വതാം, കേൾക്കുക. ഇതാണ് ഈ പദത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശൃണ്വതാം. പിന്നെ എന്താണ് കേൾക്കുന്നത്? മനോഹരം. എന്താണ് മനോഹരം എന്ന് പറഞ്ഞാല്? മനസ്സിനെ ഹരിക്കുന്നത് ആണ് മനോഹരം. എന്താണ് മനോഹരം? ഭൗതിക ലോകത്തിൽ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന എല്ലാത്തിലും നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളെ തരുന്ന ഒന്നിനെയാണ് മനോഹര എന്ന് പറയുന്നത്. പക്ഷെ ഭക്തി വേദാന്തികൾക്ക് എന്താണ് മനോഹരം? കൃഷ്ണകഥ. അതാണ് ഇവിടെ പ്രത്യേകത. കാരണം ഈ കൃഷ്ണകഥ മനോഹരമാകുന്നത് എങ്ങനെയാണ്? അത് വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ
അനർത്ഥങ്ങൾ മാറ്റി അതിനെ എന്ത് ചെയ്യും? സത്വഗുണത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് അത് മനോഹരമാകുന്നത്. മാത്രമല്ല എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നതാണ്. നമ്മൾ വേറെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു പുസ്തകം, ഒരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സ് വരെ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ കാണാൻ, മൂന്നാമത് കണ്ടാൽ, നാലാമത് കണ്ടാൽ, അഞ്ചാമത് കണ്ടാൽ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അറിയാവുന്ന കഥയല്ലേ? അതിലൊരു വലിയ എന്തില്ല എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കേൾക്കാനുള്ള താല്പര്യമോ ഉണ്ടാവുകയില്ല. പക്ഷേ കൃഷ്ണകഥയുടെ പ്രത്യേകത എന്താണ്? ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. അടുത്ത തവണ കേൾക്കുമ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇനിയത്തെ തവണ കേൾക്കുമ്പോൾ വീണ്ടും പുതിയതായിട്ടുള്ള റിയലൈസേഷൻസ് വരും. ഇതാണ് കൃഷ്ണകഥയുടെ പ്രത്യേകത. മനോഹര, അല്ലെ? മനസ്സിനെ ഹരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ശ്രദ്ധയാമേ അനുപതം വിശൃണ്വത. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ശ്രദ്ധയാ, റെസ്പെക്ട്ഫുള്ളി. എങ്ങനെയാ കേട്ടത്? വെറുതെ കേൾക്കുകയല്ല ചെയ്യുന്നത്. ശ്രദ്ധയാ മേ അനുപതം വിശൃണ്വത. വിശൃണ്വത, ശൃണ്വത, വിശൃണ്വത. ശൃണ്വത എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുക. വെറുതെ കേൾക്കുകയല്ല. വിശൃണ്വത, വിശേഷാൽ എന്ന് പറയുന്ന, അതായത് ഭയങ്കര എന്താണ്, ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധയോടു കൂടി കേൾക്കുക എന്നുള്ളതാണ്. എന്താണ്? വിശൃണ്വത, ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ട് കേട്ടു. ആരെ കുറിച്ച്? പ്രിയശ്രവസി. എന്താണ് പ്രിയശ്രവസി? ഭഗവാന്റെ ഒരു പേരാണ് പ്രിയശ്രവൻ എന്ന് പറയുന്നത്. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക. പ്രിയശ്രവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാൻ എല്ലാവർക്കും പ്രിയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രിയശ്രവൻ എന്ന് പറയുന്നത്. മമ അഭവത് രുചിഹി. അങ്ങനെ എനിക്ക് എന്ത് സംഭവിച്ചു? രുചി, അതായത് അത് കേട്ടുകൊണ്ടേയിരിക്കാനുള്ള രുചി. ഇത് എവിടെയാണ് എത്തിയത്? നമ്മൾ ശ്രദ്ധ, സാധുസംഗ, വചനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ആസക്തി. ഇപ്പൊ എവിടെ എത്തി? രുചി. അല്ലെ? 7 സ്റ്റെപ്പും നാരദ മഹർഷി കഴിഞ്ഞു. അതിനു മുന്നേ നമ്മൾ സതാം കൃപ, മഹത് സേവ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഇത്രയും സ്റ്റെപ്പുകൾ നാരദ മഹർഷി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ അദ്ദേഹം ഇതെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? രുചി, അല്ലെ? രുചിയാണ് കിട്ടിയത്. ഇനി ഇതെന്താണ്? ഇതിനകത്ത് ശ്രീല പ്രഭുപാദ് ഒരു ഏറ്റവും അവസാനം ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. നാരദ മഹർഷി ഈ പ്രോസസ് ഓഫ് ഹിയറിംഗ് ഇൻ ദ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് ഇസ് എസ്പെഷ്യലി റെക്കമെൻഡഡ് ഇൻ ദിസ് ഏജ് ഓഫ് കലി. കലിയുഗത്തില് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് പോയി മനസമാധാനമായിട്ടിരുന്ന് തപസ് ചെയ്യാന്ന് വിചാരിച്ച മനസമാധാനവും ഇല്ല, തപസ് ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല. ഇനി കുറച്ച് ചാരിറ്റി, ദാനധർമ്മങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചാൽ കയ്യിൽ 5 പൈസ ഇല്ല. ഇനി എന്തെങ്കിലും പഠിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാം, ജ്ഞാനയോഗം ചെയ്യാമെന്ന് വിചാരിച്ചാല് ബുദ്ധിയും ഇല്ല. അതായത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരാ എന്താന്ന് ചോദിക്കേണ്ടി വരും. അതേപോലെയാണ് നമ്മളുടെയൊക്കെ പഠിത്തത്തിന്റെ കാര്യവും. ഒരു ശ്ലോകം പോലും ഓർമ്മയിരിക്കുകയില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷേത്രങ്ങൾ കെട്ടാമെന്ന് പറഞ്ഞാലോ അതിനും പൈസ ഇല്ല. യജ്ഞം ചെയ്യാനും പൈസയില്ല, ക്ഷേത്രം കെട്ടാനും പൈസയില്ല, തപസ് ചെയ്യാൻ ആരോഗ്യമില്ല, ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്താണ്? ഈ പ്രകാരം യോഗാഭ്യാസമോ അതുപോലെ ജ്ഞാനയോഗമോ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതിനൊന്നിനും പറ്റൂല. പിന്നെ എന്താണ്? ആകെപ്പാടെ ഒരു നാക്കുണ്ട്. ആ നാക്ക് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കലവില കലവില ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ. ഒരു ഉപയോഗവും ഇല്ലാതെയാണ് ശബ്ദിക്കുന്നത്. പക്ഷേ ഇപ്പൊ എന്താണ്? ഉപയോഗം എന്താണെന്ന് പ്രഭുപാദ് പറഞ്ഞു തരുന്നുണ്ട്. The process of hearing in the association of devotees is especially recommended in this age of quarrel. കേൾക്കുക, ജപിക്കുക, നാമസങ്കീർത്തനം, ഹരിനാമം കേൾക്കുക, ഹരിനാമം ജപിക്കുക. ഇത് മാത്രം മതി. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഏവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. വേറെ ഒരു ഗതിയുമില്ല. ഈ ഒരു ഗതി മാത്രമേ ഉള്ളൂ. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ആ ഭഗവാൻ ഗതിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾക്കൊരു ഗതി മാത്രമേ ഉള്ളൂ. എന്താണ്? നാമജപം മാത്രം. അതാണ് പ്രഭുപാദ് പറഞ്ഞത്. ഈ നാരദ മഹർഷി അതാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ആ കുട്ടിയായിരുന്ന സമയത്ത് കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള അവസരം നാരദ മഹർഷിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ട് സംഭവിക്കും. എന്ത്?
ഭഗവാനെ കുറിച്ച് കേൾക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ ഭാഗവതത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പ്രഭുപാദ് നമ്മൾക്ക് വേണ്ടിയിട്ട്, അല്ലെ? അപ്പോ ഇതൊക്കെ എല്ലാ ദിവസവും വായിക്കുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുറച്ചു നേരമെങ്കിലും നമ്മളുടെ മനസ്സിന് എന്ത് സംഭവിക്കും? സമാധാനം കിട്ടും. ബാക്കിയുള്ള എല്ലാ മറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിപ്പിച്ച് എങ്ങോട്ടൊക്കെയോ പോകുന്നതിന് പകരം ഇതുപോലുള്ള കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അത്രയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള, നല്ലതായിട്ട് തരുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഡെയിലി ചെയ്യണം. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പറയുന്നത് ബുക്സ് ആർ ദ ബേസിസ്. പുസ്തകങ്ങളാണ്. എന്തിനാണ് നാം ജപിക്കുന്നത്, എന്തിനാണ് സേവനം ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വരും, ജപിക്കും, കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും അതിലുള്ള ടേസ്റ്റ് പോകും, പിന്നെ സേവനം ചെയ്യാൻ ഉള്ള മനസ്സും ഇല്ല, ജപവും ഇല്ല, അവസാനം എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഭൗതികതയിലേക്ക് പോകും. പക്ഷെ അങ്ങനെയല്ല പ്രഭുപാദ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബുക്സ് ആർ ദ ബേസിസ്. ബുക്സ്. എന്തിനാണ് ബുക്സ്? ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ 70-ാമത്തെ വയസ്സിൽ കുത്തിയിരുന്ന് മരണക്കിടക്കയിൽ കിടന്നിട്ട് പോലും അദ്ദേഹം വന്നിട്ട് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വായിക്കാനുള്ള കഴിവുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, കയ്യിൽ പുസ്തകവും ഉണ്ട്. ഭഗവത്ഗീത ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ അവര് എന്ത് ചെയ്യും? അതുകൊണ്ട് പൂജാമുറിയിൽ വെക്കും, അടച്ച് ഭദ്രമായിട്ട്, ഒരിക്കലും തുറക്കാത്തത് പോലെ അവിടെ വെക്കും. എന്താണ്? പൂജിക്കുകയാണ്. പക്ഷെ എന്ത്? തുറന്ന് ഒരക്ഷരം വായിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നമ്മളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ ഡെയിലി വായിക്കണം. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ പ്രകാരം ചർച്ച ചെയ്യുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? വായിക്കണം, അല്ലെ? അപ്പൊ ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിക്കുന്നില്ല. ഭക്തിവേദാന്ത പർപ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രഭുപാദ് എഴുതിയ ലവ് ലെറ്റർ ആണ്. ഭക്തിവേദാന്ത പർപ്പോട്ട് എന്ന് പറയുന്നത് അത്രയധികം സ്നേഹത്തോടു കൂടി ആചാര്യന്മാരുടെ എല്ലാ പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ റിയലൈസേഷൻ, വിജ്ഞാനം വെറും തുച്ഛമായ ഒരു 400 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയാണ്. എന്ത്? പ്രിന്റിംഗ് കോസ്റ്റ് മാത്രം. അതിൻ്റെ അകത്തുള്ള ജ്ഞാനത്തിന് മൂല്യമിടാൻ അല്ലെങ്കിൽ വിലയിടാൻ പറ്റുമോ? ഇല്ല. ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വിലയേ ഇല്ലാത്ത ജ്ഞാനമാണ്, അമൂല്യമായതാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് അദ്ദേഹം തരുന്നു. എന്ത് തരുന്നു? ഈ ജ്ഞാനം തരുന്നു. അദ്ദേഹം അത്ര സ്നേഹത്തോടു കൂടി, മൈ ഡിയർ ഹരിപ്രിയ ദേവിദാസി, ഐ എം യുവർ എറ്റേണൽ വെൽ വിഷർ, എവർ വെൽ വിഷർ, യുവർ എവർ വെൽ വിഷർ. അദ്ദേഹത്തിന്റെ ലെറ്ററിന്റെ ഏറ്റവും അവസാനം പ്രഭുപാദ ശിഷ്യന്മാർക്ക് എഴുതുന്നതാണ്, യുവർ എവർ വെൽ വിഷർ, നിന്റെ എന്നത്തെയും അഭ്യുദയകാംക്ഷി. ശരിയാണ്, അദ്ദേഹം ഇവിടെ നിന്ന് പോയി എങ്കിലും അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങളിൽ കൂടെ ഇന്നും അദ്ദേഹം നമ്മൾക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഭക്തിവേദാന്ത പർപ്പോട്സ്. ഈ പർപ്പോട്സിന്റെ മാധുര്യം എന്ന് പറയുന്നത് വായിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ചിലപ്പോ ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കാം, എന്നാലും ശ്രമിക്കുക. കാരണം ശ്രമിക്കും തോറും എന്ത് സംഭവിക്കും? പ്രഭുപാദന്റെ കൃപ കൊണ്ട് നമുക്ക് മനസ്സിലായി കിട്ടും, അല്ലെ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നാരദ മഹർഷിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം 27. പിന്നെ എന്ത് സംഭവിച്ചു? ഇപ്പൊ എവിടെ എത്തി? നമ്മള് രുചി പ്രജായത്തെ, അല്ലെ? അദ്ദേഹത്തിന് രുചി പ്രജായത്തെ. ഇനി എന്ത് സംഭവിച്ചു? തസ്മിൻ തദാ ലബ്ധ രുചേർമഹാമതേ പ്രിയ ശ്രവസ്യ സ്ഖലിതാമതിർമമ യയാഹമേതത് സതസത് സ്വമായയാ പശ്യേമഹി ബ്രഹ്മണി കൽപിതം പരേ. തസ്മിൻ തദാ ലബ്ധ രുചേർമഹാമതേ പ്രിയ ശ്രവസ്യ സ്ഖലിതാമതിർമമ യയാഹം ഏതത് സദസത് സ്വമായയാ പശ്യേമയി ബ്രഹ്മണി കൽപിതം പരേ. തസ്മിൻ തദാ ലബ്ധ രുചേർമഹാമതേ പ്രിയ ശ്രവസ്യ സ്ഖലിതാമതിർമമ യയാഹമേതത് സദസത് സ്വമായയാ പശ്യേമയി ബ്രഹ്മണി കൽപിതം പരേ. എന്ത് സംഭവിച്ചു? തസ്മിൻ, അങ്ങനെ തഥാ, ആ സമയത്ത്, ലബ്ധ രുചേ, ലബ്ധ ലഭിക്കുക. എന്ത് കിട്ടി നാരദ മഹർഷിക്ക്? രുചി. അത് നേരത്തെ പറഞ്ഞു അല്ലെ? എന്താണ് കിട്ടിയത് എന്ന്? രുചി. മഹാമതേ, അല്ലയോ ഗ്രേറ്റ് സേജ്. വ്യാസദേവനോടല്ലേ പറയുന്നത്? അപ്പൊ മഹാമതേ എന്ന് വ്യാസദേവനെയാണ് വിളിക്കുന്നത്.
അങ്ങനെ അങ്ങനെ രുചി ലഭിച്ചതിന് ശേഷം ആരുടെ ആരിലാണ് രുചി ലഭിച്ചത്? പ്രിയശ്രവസി, പ്രിയശ്രവസി, പ്രിയശ്രവസി എന്താണ്? കേൾക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കൊതിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പ്രിയശ്രവൻ എന്ന് പറയുന്നത്. അസ്ഖലിത മതിർ മമഹ, അവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അസ്ഖലിത മതി, വെറുതെ ഇന്ന് 1 മണിക്കൂർ വായിച്ചു, 2 ദിവസം വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എന്തോ ആരോ പറഞ്ഞു വായിക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് വായിച്ചു. വീണ്ടും അങ്ങനെയല്ല. നാരദ മഹർഷി എന്ത് ചെയ്തു? അസ്ഖലിത മതിർ. എന്താണ് അസ്ഖലിത മതിർ എന്ന് പറഞ്ഞാൽ? അൺഇന്ററപ്റ്റഡ് അറ്റൻഷൻ. അൺഇന്ററപ്റ്റഡ്, അതായത് ചഞ്ചലമാകാത്ത അല്ലെങ്കിൽ അചഞ്ചലമായത് എന്ന് വേണമെങ്കിൽ പറയാം. അസ്ഖലിതം മതിർ, അചഞ്ചലമായിട്ടുള്ള ബുദ്ധിയോടുകൂടി എന്ത് ചെയ്തു? മതിർ മമ യയാ അഹം ഏതത്. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. എന്താണ് എല്ലാം മനസ്സിലായത് എന്ന് പറയുന്നു? യയാ അഹം ഏതത് സത് അസത് സ്വമായയാ പശ്യേ, കണ്ടു. എന്ത് കണ്ടു? ഞാൻ ആരാണ്? ഭഗവാൻ ആരാണ്? ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് എന്തുകൊണ്ടാണ് ഞാൻ മറന്നുപോയത്? 4 കാര്യങ്ങൾ. ഹൂ ആം ഐ? ഹൂ ഇസ് കൃഷ്ണ? ആൻഡ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് മീ? ആൻഡ് വൈ ഐ ഹാവ് ഫോർഗോട്ടൻ ദിസ് റിലേഷൻഷിപ്പ്? ഈ 4 കാര്യങ്ങളാണ് നാരദ മഹർഷി കണ്ടത്. എന്താണ് കണ്ടത്? എന്റെ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം മറന്നുപോയത്, അല്ലെ? എന്റെ ഒരേ ഒരു കാരണം കൊണ്ട്. എന്താണ് ആ കാരണം? അജ്ഞത. അജ്ഞത, അല്ലെ? അജ്ഞത എന്ന് പറയുന്ന, അതായത് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ്, ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. ഭഗവാന്റെ പോലെ തന്നെ സത്ത് ചിത്ത് ആനന്ദ സ്വഭാവമുള്ള ജീവാത്മാക്കളാണ് ഞാൻ എന്ന് മറന്നു പോയിട്ട്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഹരിപ്രിയ ദേവിദാസിയാണ്, ഞാൻ ഈ ശരീരത്തിന്, സ്ത്രീ ശരീരത്തിന് ഉടമയാണ്, ഞാൻ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്റെ സ്ഥലം ഇതാണ്, എന്റെ രാജ്യം ഇതാണ്, എന്റെ ഭർത്താവ് ഇതാണ്, എന്റെ മക്കൾ ഇതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തോട് ബന്ധിപ്പിച്ച് കണ്ട് 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 നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഞാൻ ജീവാത്മാവാണെന്ന ഒരു കാര്യമേ മറന്നുപോയി. അങ്ങനെ മറന്നുപോയത് കൊണ്ടാണ് ഈ പ്രകാരം ഞാൻ ജനന മരണ ചക്രത്തിൽ കിടന്ന് എന്ത് ചെയ്യുന്നത്? തിരിഞ്ഞു മറിഞ്ഞു കളിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? പശ്യേ, കണ്ടു. എന്ത് കണ്ടു? സത് അസത് സ്വമായയ. എന്താണ്? എന്റെ തന്നെ ഇഗ്നോറൻസ് കൊണ്ടാണ്, സ്വമായയ, എന്റെ തന്നെ ഇഗ്നോറൻസ് കൊണ്ടാണ് ഈ സത്തും അസത്തും, അതായത് എന്ത് നമ്മുടെ ഈ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ഭൗതിക ലോകത്തിൽ പെട്ടുപോയിരിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? നാരദ മഹർഷിക്ക് മനസ്സിലായി. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പ്രോപ്പർ ജ്ഞാനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, എന്തുകൊണ്ടാണ് ഞാൻ സഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ എന്ത് ചെയ്തു നാരദ മഹർഷി? യെസ്, എന്താണ്? അല്ലയോ മഹാമുനെ, പരമദിവ്യോത്തമ പുരുഷനിൽ അഭിരുചി ആർജിച്ച ഉടൻ തന്നെ ഭഗവത് ശ്രവണത്തിനുള്ള എന്റെ ശ്രദ്ധ പിൻവലിക്കാനാവാത്ത വിധം നിർവിഘ്നമായി തീർന്നു. എന്താണ്? അസ്ഖലിത മതിർ. ഭഗവാനെയും എന്നെയും സംബന്ധിച്ച അതീന്ദ്രിയ അഭിരുചി പുഷ്ടിപ്പെട്ടപ്പോൾ മാത്രമാണ് സൂക്ഷ്മ സ്ഥൂല, അടുത്ത പാരഗ്രാഫ്, സൂക്ഷ്മ സ്ഥൂല ആവരണത്തെ ഞാൻ അംഗീകരിച്ചത് അജ്ഞതയാൽ മാത്രമാണ് എന്നെനിക്ക് മനസ്സിലായത്. ഇതാണ് സംഭവം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. എന്താണ് ശരീരം, എന്താണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുക. ആത്മാവിന്റെ സ്വഭാവം എന്താണ്, അത് ആരുടെ അംശമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പറ്റൂല. അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആ ബ്രഹ്മത്തിനെ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സേവിക്കണം. എങ്ങനെ സേവിക്കണം? തപസ്, ജ്ഞാനം, പിന്നെ എന്താണ് അഷ്ടാംഗയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തില്ല? ഇപ്പോ കഴിവില്ല, അല്ലെങ്കിൽ സമയമില്ല, അല്ലെങ്കിൽ സമ്പത്തില്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഏവ കേവലം കലൗ നാസ്തിയവ 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 ഗതിരന്യഥ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശക നാംനാം
കലി കൽമശനാശനം നത്ത പരതര ഉപായ സർവവേദേഷു ദൃശ്യത്തെ. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ പഠിച്ചു വെക്കണം. നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി. എനിക്ക് ഇതല്ലാതെ വേറെ ഒരു ഗതിയുമില്ല, ഭഗവാൻ മാത്രമേ എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്കും പറ്റുമായിരിക്കും. ഇപ്പൊ നമുക്ക് തുടക്കക്കാരായതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ നാരദ മഹർഷി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് സേവനം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എപ്പോഴോ അദ്ദേഹത്തിന് ഈ പ്രകാരം അങ്ങനെ ഒരു ജ്ഞാനം ലഭിച്ചു. അപ്പൊ നമ്മളും തുടക്കത്തിൽ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഇതൊന്നും നമുക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ ആധ്യാത്മിക ഗുരുവിന്റെയും പരിശുദ്ധ ഭക്തന്മാരുടെയും പാത പിന്തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അതിനുള്ള റെസ്പോൺസ് ഭഗവാൻ തരും, അല്ലെ? നമ്മൾ ഒരു കാലെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ 10 അടി ഇങ്ങോട്ട് വരും എന്നാണ്. അദ്ദേഹത്തിന്റെ അടി എന്ന് പറഞ്ഞാൽ ഉരുക്രമനാണ് അദ്ദേഹം. എന്താണ്? ഗ്ലോറിയസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഭഗവാൻ. വാമനദേവന്റെ 2 അടി എന്ന് പറയുന്നത് എന്താണ്? അത് മൊത്തം പ്രപഞ്ചം തന്നെയാണ്. അപ്പൊ ഭഗവാനെ അത്ര ദൂരെയൊന്നുമല്ല, ഭഗവാൻ ഇവിടെ തന്നെ. തദ് ദൂരെ തദ്വദന്തികെ എന്നൊക്കെ ഈശോപനിഷത്തിൽ പറയും. എന്താണ്? ദൂരെയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ദൂരെയൊന്നുമല്ല, ഭഗവാൻ ഇവിടെ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് നമുക്ക് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ബുദ്ധിയോഗം തരും. എങ്ങനെയാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ തന്നെ നമുക്ക് ഓരോ വഴിയിൽ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ ചെയ്തു പോകുമ്പോ ഒരിക്കൽ നാരദ മഹർഷിക്ക് മനസ്സിലായതുപോലെ ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. ഇപ്പൊ നമുക്ക് തിയറട്ടിക്കൽ ആയിട്ടല്ലേ മനസ്സിലാവുന്നുള്ളൂ. അതായത് എന്താണ്? സിദ്ധാന്തത്തിൽ അറിയാം, അല്ലെ? പ്രഭുപാദ് എപ്പോഴും എഴുതി വെക്കും, ഏത് പുസ്തകത്തിനകത്തും പ്രഭുപാദ് തുടക്കത്തിൽ എഴുതും, ഐ എം നോട്ട് ദിസ് ബോഡി, ഐ ആം എ സോൾ, ഐ ആം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ, ഐ ഹാവ് ഫോർഗോട്ടൻ മൈ റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണ. ഈ 4 കാര്യങ്ങൾ ഇല്ലാത്ത പുസ്തകങ്ങളില്ല പ്രഭുപാദിന്റെ. എന്തിനാ വീണ്ടും വീണ്ടും അതന്നെ പറയുന്നത്? അത്രയധികം വായിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ തവണ വായിച്ചാൽ മനസ്സിലാകുന്ന അത്രയ്ക്ക് ശ്രുതിധരന്മാരായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഭക്തന്മാരാണോ? നമ്മളല്ല. നമ്മൾ നിയോഫൈറ്റ്സ് ആണ്. നിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള ഭക്തന്മാർ. നമുക്ക് അറിയില്ല, നമുക്കിത് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള അവബോധം, കോൺഷ്യസ്നെസ് ഇല്ല. അതുകൊണ്ടാണ് പ്രഭുപാദ് വീണ്ടും വീണ്ടും പറയും. വീണ്ടും വീണ്ടും പറഞ്ഞാലും നമ്മൾ നോക്കൂ, ഇല്ല. ഇപ്പൊ വായിക്കും, ആ പേജ് മറിച്ചു കഴിയുമ്പോൾ വീണ്ടും വീട്ടിൽ എന്താണ്, നാളെ രാവിലെ എന്ത് കുക്ക് ചെയ്യും, ഭർത്താവിന് എന്ത് കൊടുത്തു വിടും, എപ്പോഴാണ് ഇനി എന്താണ് അടുത്ത പിന്നെ ലോൺ പേയ്മെന്റ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നാരദ മഹർഷി എന്ത് ചെയ്തു? നാരദ മഹർഷിക്ക് ഈ ഒരു ജ്ഞാനം കിട്ടിയത് അസ്ഖലിത മതിർ എന്നാണ് പറഞ്ഞത്. അൺഇന്ററപ്റ്റഡ് അറ്റൻഷൻ. അൺഇന്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും തടസ്സമില്ലാതെ ഭഗവാനെ മാത്രം ചിന്തിച്ചു. നമുക്കിപ്പോൾ സാധ്യമല്ല. നമ്മൾ ആരും അങ്ങനെ പ്രിമച്വർ ആയിട്ട് ബിഹേവ് ചെയ്യാനും പാടില്ല. നമുക്ക് സാധ്യമല്ല. കാരണം നമ്മളുടെ ദേഹബോധം എന്ന് പറയുന്നത് അത്രയ്ക്ക് ആഴത്തിൽ വന്നിട്ട് നമ്മളുടെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കണം. ഓക്കെ, ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം ജപിക്കുക, ഭക്തിയുത സേവനം ചെയ്യുക, ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക, അസോസിയേഷൻ എടുക്കുക, ടെമ്പിളിൽ വരിക, സേവനം ചെയ്യുക. ഇതൊക്കെയാണ് ഈ കോൺഷ്യസ്നെസ് പതുക്കെ 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 വളർത്തി